ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണ്, എക്സാമാണ്, സോഷ്യൽ സയൻസ് എക്സാമാണ്, ആനുവൽ എക്സാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോസ് ഇൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ നിയമങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ട് നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എത്ര മാർക്കിനാന്ന് വെച്ചാൽ അത്രയും പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക. ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ്. അപ്പോൾ മനുഷ്യരെന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്. ലോസ് ആർ എസെൻഷ്യൽ ടു എൻഷുവർ എ ബെറ്റർ ലൈഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും പ്രൊട്ടക്ഷനും അവർക്കൊരു നല്ല ജീവിതത്തിനും നിയമങ്ങളൊക്കെ അത്യാവശ്യമാണ്. ലോസ് ആർ മെൻ ഫോർ ദ വെൽഫെയർ ഓഫ് എവ്രി വൺ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരുടെ വെൽഫെയറിനും ഈ നിയമങ്ങൾ അത്യാവശ്യമാണ്. Certain conditions and restrictions on the character, conduct, actions, freedom, rights, etc. are essential for the members of a social group. അപ്പോൾ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ഓൾസോ നീഡ് ടു ബി കൺസിഡേർഡ് വൈൽ പ്രൊട്ടക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നോക്കാതെ നമ്മളൊരു പബ്ലിക്കായിട്ട് എല്ലാവരും കൂടെ ഒപ്പീനിയൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും? എന്തൊക്കെ എടുക്കാൻ പറ്റും? റെഡ്യൂസ് എയർ പൊല്യൂഷൻ. നമുക്ക് എയർ പൊല്യൂഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ നമുക്ക്, അതായത് മരങ്ങളെ വെട്ടുന്നത് നമുക്ക് തടയാം. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും പോയിൻറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, മാർക്ക് അനുസരിച്ചിട്ട് കൂട്ടുകാർ എഴുതുക. ഒരു 4-5 പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആർ ബീൻ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ പോവർട്ടി അലവേഷൻ ആൻഡ് റെഡ്യൂസിങ് സോഷ്യൽ ഇനിക്വാലിറ്റി. അപ്പോൾ ഈ പോവർട്ടിക്കും അതുപോലെ തന്നെ സോഷ്യൽ ഇനിക്വാലിറ്റിക്കൊക്കെ കുറച്ച് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്കീം അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ പ്രോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, ലൈഫ് മിഷൻ, വിദ്യാവാഹിനി, തീരമൈത്രി, കൈവല്യ, ജനനി ജന്മരക്ഷ. ഓക്കെ, അപ്പോൾ കുറച്ച് അങ്ങനെ ഇനിയുണ്ട്, പ്രതിപതീരം, അങ്ങനെ കുറേ എണ്ണുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ സൊസൈറ്റി ഇഫ് ലോസ് ആർ നോട്ട് ഫോളോഡ്. അപ്പോൾ നമ്മൾ ഈ ലോസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്ത് സംഭവിക്കും? ഇഫ് ദ റൂൾസ് ആർ നോട്ട് ഫോളോഡ് കൺഫ്ലിക്ട്സ് അറൈസ്. അപ്പോൾ ഓരോ കൺഫ്ലിക്റ്റ് വരും. അപ്പോൾ ഇത് ചെയ്യും? ദിസ് എൻഡേഞ്ചറസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇത് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും. ദെർഫോർ വയലേഷൻ ഓഫ് റൂൾസ് ഈസ് പണിഷബിൾ. അപ്പോൾ റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പണിഷബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്നോയി റീജിയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ദ പീപ്പിൾ ഹിയർ വിയർ എയർ-ടൈറ്റ് footwear made of leather and clothes made of fur. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെന്ന് വെച്ചാൽ എയർ-ടൈറ്റ് ആയിട്ടുള്ള ഫുഡ്വെയർ ആണ് യൂസ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ്? ലെതർ കൊണ്ടായിരിക്കും അവർ ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവരുടെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഫർ കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, ലോക്കൽ പീപ്പിൾ കോൾഡ് ഇന്യൂട്ട്
ട്രാവലിംഗ് ഓൺ ഫ്ലാറ്റ് സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുക? ഇന്യൂട്ട് എന്നാണ് വിളിക്കുക. അവരെന്താണ് ട്രാവൽ ചെയ്യുക? ഫ്ലാറ്റ് സ്ലെഡ്ജസ്, ഈ ഡോഗ്സ് വലിക്കുന്ന ഫ്ലാറ്റ് സ്ലെഡ്ജസിലാണ് അവർ യാത്ര ചെയ്യുക. ഇനി ദ ചീഫ് പ്ലാന്റ് സ്പീഷീസ് ഹിയർ ആർ ഫേൺസ് ആൻഡ് മോസ്. അപ്പോൾ എന്താണ് ഇവിടെയുള്ള ചീഫായിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ഫേൺസും അതുപോലെ മോസും ഒക്കെയാണ്. ഓക്കെ, ദ ചീഫ് സ്പീഷീസ് ഓഫ് എനിമൽസ് ആർ വെയിൽസ്, ഫിഷ്, സ്നോസ്, ഓൾസ്, സീസ് ആൻഡ് പോലാർ ബിയേഴ്സ്. അപ്പോൾ അവിടുത്തെ ചീഫായിട്ടുള്ള സ്പീഷീസാണ് ഏതൊക്കെയാണ്? വെയിൽസ്, ഫിഷ്, സ്നോവ്, ഓൾസ് ഒക്കെ. ഓക്കെ, ഇനി എന്താ? ഹണ്ടിങ് ആൻഡ് ഫിഷിങ് ആർ ദ മീൻ ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ലീവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹണ്ടിങ്ങും അതുപോലെ ഫിഷിങ് ഒക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മഹാത്മാ ഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അപ്പോൾ മഹാത്മാ ഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അതെല്ലാം കൂട്ടുകാർ നോക്കി വെക്കണം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഒന്ന് തന്നതാണ്. അതിൻ്റെ അർത്ഥം ഇത് തന്നെ പഠിക്കണം എന്നല്ല, എല്ലാ സ്കീംസും പഠിക്കണം. ഓക്കെ, അതിലൊന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണെന്ന് മാത്രം. ഓക്കെ, the scheme ensures unskilled physical employment for not less than 100 days in the financial year to any family residing in rural areas. അപ്പോൾ എന്താണ്? അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ്സിനാണ്. അതെന്താണ്? 100 ദിവസമാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അതെന്താണ്? റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന എല്ലാ ഫാമിലീസിനും ഉണ്ട്. ഇറ്റ്സ് ബെനിഫിഷ്യറീസ് ആർ ഇൻഡിവിജ്വൽസ് അബവ് 18 years old. അപ്പോൾ അതിലാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? ഇൻഡിവിജ്വൽസിന് 18 വയസ്സായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ്, ഇറ്റ് ഈസ് എ പോവേർട്ടി അലവേഷൻ സ്കീം. അതെന്താണ്? ഒരു പോവേർട്ടി അലവേഷൻ സ്കീമാണ്. ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ എന്താണ്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലുണ്ട്. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം കൂട്ടുകാർ പോകാനായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.